നമസ്കാരം. PSC മന്ത്രത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ജാപ്പനീസ് ചിത്രമായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് നേടിയത് തടവ്. ഇതിന്റെ സംവിധാനം ഫാസിൽ റസാക്ക്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് നേടിയത് തടവ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് ആട്ടം. സംവിധാനം ആനന്ദ് ഏകർഷി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ആട്ടം. 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. സംവിധാനം ഷെയ്സൺ പി ഔസേബ്. ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പ്രമേയമാക്കിയ ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് ആണ് സിസ്റ്റർ റാണി മരിയയായി അഭിനയിക്കുന്നത്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂറത്ത് ഡയമണ്ട് ബോക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് സൂറത്ത് ഡയമണ്ട് ബോക്സ്. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ. 2023 ഐസ്ലാൻഡിലെ ഹ്യുസവിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനത്തിന് അർഹമായ ബഹിരാകാശ ഏജൻസി ISRO. 2023 ഐസ്ലാൻഡിലെ ഹ്യുസവിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനത്തിന് അർഹമായ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെയാണ് ISROയ്ക്ക് ഇത്തരമൊരു നേട്ടം ലഭിച്ചത്. ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കവിയായ കുരീപ്പുഴ ശ്രീകുമാറിനാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിന്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായത് ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്ക്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായ താരമാണ് ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇഗ സ്വിയടെക്. പോളണ്ട് താരമായ ഇഗ സ്വിയടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയാണ് ഇമ്മാനുവൽ മാക്രോൺ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ 2023 മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാർദിക് സിംഗ്. മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സവിത പൂനിയ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ 2023 മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാർദിക് സിംഗിനെയാണ്. മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സവിത പൂനിയ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാർക്ക് ഡോക്ടർ ബി ഇക്ബാൽ. കൃതി മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ.
ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ബി ഇക്ബാലിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായവരാണ് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായവരാണ് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി കായിക താരം ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കർ. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി കായിക താരമാണ് എം ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡ് ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. 2023 പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ഇ ഭാസ്കരൻ. കബഡി പരിശീലകനായ ഇ ഭാസ്കരനാണ് 2023 പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇ വി രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ഇ വി രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. CISFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിതയാണ് നീന സിംഗ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അടുത്തിടെ ദൂരദർശനിൽ നിന്ന് വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത. അടുത്തിടെ ദൂരദർശനിൽ നിന്ന് വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ. ഇദ്ദേഹം നീതി ആയോഗിൻ്റെ മുൻ വൈസ് ചെയർമാനായിരുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ബ്രിക്സിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ 5 രാജ്യങ്ങളായിരുന്നു: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇതിൽ അർജന്റീന മാത്രമാണ് ബ്രിക്സിലേക്കുള്ള ക്ഷണം നിരസിച്ചത്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് സുപ്രീം കോടതി ജഡ്ജിയായ BR ഗവായ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി BR ഗവായ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമകവച മിസൈൽ സംവിധാനം സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമകവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ശശി തരൂരിനാണ്.
പ്രശസ്ത മാധ്യമപ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ശശി തരൂരിന്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗെ വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗെ വേലു നാച്ചിയാർ. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായിയാണ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായിയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമാണ് ഡീൻ എൽഗാർ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ചുമതലയേറ്റത് ഡോക്ടർ മനീഷ് തപ്ലിയാൽ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ഡോക്ടർ മനീഷ് തപ്ലിയാൽ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി ചുമതലയേറ്റ മലയാളിയാണ് MR വിജി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി ചുമതലയേറ്റ മലയാളി MR വിജി. പാക് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ഡോക്ടർ സവേര പർകാശ്. പാക് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGPയായി നിയമിതയായത് രശ്മി ശുക്ല. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGPയായി നിയമിതയായത് രശ്മി ശുക്ല. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ. ഇതിന്റെ സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രമാണ് ഓപ്പൺ ഹെയ്മർ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അറ്റാൽ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റാൽ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് 2 പേരാണ്. പാലസ്തീൻ സമാധാന പ്രവർത്തകനായ അലി അബു അവാദ്, പിയാനോ പ്രതിഭയായ ഡാനിയൽ ബരേൻ ബോയിൻ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയവരാണ് അലി അബു അവാദ്, ഡാനിയൽ ബരേൻ ബോയിൻ. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മ. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാരകേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. വേദി കൊല്ലമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഇനി അടുത്തിടെ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി TH മുസ്തഫ. 2024 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തിയാണ് TH മുസ്തഫ. ജനുവരി മാസത്തിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ഉസ്താദ് റാഷിദ് ഖാൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ഉസ്താദ് റാഷിദ് ഖാൻ. ജനുവരി മാസത്തിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരം
ഫ്രാൻസ് ബെക്കൻബോവർ. അടുത്തിടെ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. അടുത്തിടെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് പ്രശാന്ത് നാരായണൻ. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാസ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബ് അന്തരിച്ചു. ഡിസംബറിൽ അന്തരിച്ച ഏഷ്യയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനുമായ വ്യക്തി കൃഷ്ണറാം ശർമ്മ. തൻ്റെ 24ാമത്തെ വയസ്സിൽ 1977 സ്വന്തം സഹോദരിൽ നിന്നും ഇദ്ദേഹം വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഡിസംബർ മാസത്തിൽ അന്തരിച്ച ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയതുമായ വ്യക്തിയാണ് ആൽബ്രഷ്റ്റ് ഫ്രെൻസ്. ഡിസംബർ മാസത്തിൽ അന്തരിച്ച കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ടി എ ജാഫർ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. ഡിസംബർ മാസത്തിൽ അന്തരിച്ച കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ടി എ ജാഫർ. 2023 ഡിസംബറിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി കെ പി വിശ്വനാഥൻ. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. ഇത്രയുമാണ് ജനുവരി മാസത്തിലെ 2 PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ. താങ്ക് യു.